ഹുദൈബിയ സന്ധി നടന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 1400 സ്വഹാബികളുണ്ട്. 1400 സ്വഹാബികൾ. അവരുടെ കൂടെയുള്ളത് 50 ആടുകളാണ്. ആ ആടുകളുടെ പാലൊന്നും കുടിച്ചാൽ അവർക്ക് ആർക്കും വിശപ്പ് മാറില്ല. അങ്ങനെ ഫഖഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജബർ റഖിയ, ഒരു കിണറുണ്ടായിരുന്നു അവിടെ. ആ കിണറിന്റെ വക്കിൽ നബി തങ്ങൾ വന്നിരുന്നു. തുമ്മ ദഅ, അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ആ കിണറ്റിലേക്ക് അവിടുന്ന് ഇമ്മാ ബസഖ ഫീഹ, അതിൽ ഹബീബിന്റെ പരിശുദ്ധമായ ഉമിനീരിന്റെ തുപ്പൽ ആ കിണറ്റിലേക്ക് വീണു എന്നാണ് ചരിത്രം. ഫജാഷത്, ആ കിണറിൽ വെള്ളം അണപൊട്ടി ഒഴുകുകയാണ്. ഫസഖൈനാ വസ്തഖൈനാ, ഞങ്ങൾ കുടിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെ കുടിപ്പിച്ചു, ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലെ ആ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് വിളിച്ചു എല്ലാവരെയും ബൈഅത്ത് ചെയ്യാൻ. മഹാനായ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിരുന്ന സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിലുണ്ട്. ആ ബൈഅത്തിൽ ആദ്യമായി ബൈഅത്ത് ചെയ്തത് സലമ റളിയല്ലാഹു അൻഹുവാണ്. സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു ആദ്യം ഹബീബിനെ ബൈഅത്ത് ചെയ്തു. പിന്നെ ഓരോരുത്തരും വന്ന് ബൈഅത്ത് ചെയ്യാൻ. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി ഖുറൈശികളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ചെന്നപ്പോൾ ഒരുപാട് നേരം ഉസ്മാൻ എന്നവരെ അവർ പിടിച്ചു വെച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ന്യൂസ് സ്പ്രെഡായി, ഉസ്മാൻ എന്നവരെ അവർ കൊന്നുകളഞ്ഞു എന്ന്. സത്യത്തിൽ കൊന്നുകളഞ്ഞിട്ടില്ലായിരുന്നു, വധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദൂതനെ കൊല ചെയ്യുന്നത് ജാഹിലിയ്യ കാലത്ത് പോലും ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരു ദൂതൻ കൊല്ലപ്പെട്ടതാണ് തബൂക്ക് യുദ്ധം ഉണ്ടാവാൻ കാരണമായത്. നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹബീബാ നബി ഞങ്ങൾ എപ്പോഴാ പറഞ്ഞ സ്വഹാബികളെ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. ഒരു യുദ്ധം ഇവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ദീനിന്റെ പക്ഷത്ത് പാറ പോലെ ഉറച്ചു നിൽക്കും, നിങ്ങൾ ഹബീബിന്റെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് തരണം. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയാൻ. ആ സമയത്ത് ആദ്യമായി ഹബീബിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തത് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുവെന്ന് വിശുദ്ധ ഖുർആൻ. ബൈഅത്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ ഞാൻ ബൈഅത്ത് ചെയ്തു. അവ്വലന്നാസ്, ആദ്യമായി ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഹബീബിന്റെ കൈപിടിച്ചത്, നബിയെ അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരുന്ന ഹബീബിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്ന് ബൈഅത്ത് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ ബായഅതുക യാ റസൂലല്ലാഹ് ഫി അവ്വലിൻ നാസ്, ഞാനല്ലയോ നബിയെ ആദ്യം ബൈഅത്ത് ചെയ്തത്, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വഅയ്ളൻ, ഒന്നുകൂടെ ചെയ്യേ. അങ്ങനെ രണ്ടാമതും സലമ റളിയല്ലാഹു അൻഹു ഹബീബാ നബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. വറആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസിലാ, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ വാളില്ല, പരിചയില്ല, ഒന്നുമില്ല എന്ന് നബി തങ്ങൾ കണ്ടപ്പോൾ ഫഅഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജഫതൻ, ഹബീബാ നബി തങ്ങൾ എനിക്ക് ഒരു പടയങ്കി ധരിക്കാൻ തന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതും ഹബീബിനെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ വീണ്ടും ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്നോട് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തുബായിഉനി യാ സലമ, സലമത്ത് ഇബ്നുൽ അക്വഅ, നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലയോ? ഞാൻ പറഞ്ഞു, നബിയേ ബായഅതുക യാ റസൂലല്ലാഹ് ഫി അവ്വലിൻ നാസ് വഫി ഔസത്തിൻ നാസ്, നബിയേ ജനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാനല്ലയോ അത് തുടങ്ങിയത്, അതിനിടയിലും ഞാൻ വന്ന് ബൈഅത്ത് ചെയ്തല്ലോ നബിയേ, ഇനിയും വേണോ? വഅയ്ളൻ, ഒന്നുകൂടെ എന്നോട് പറഞ്ഞപ്പോ ഫബായഅതുഹു സാലിസ, 3 തവണ ഹബീബിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത സ്വഹാബിയാണ് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. 3ാമത്തെ തവണ എന്നെ നബി തങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്ന ആ പടയങ്കി എൻ്റെ ദേഹത്ത് കാണുന്നില്ല. യാ സലമതു ഐന ഹജഫതുക്, സലമ നിങ്ങൾക്ക് ഞാൻ തന്നിരുന്ന, അല്ലതി അഅതൈതുക്, നിങ്ങൾക്ക് ഞാൻ നൽകിയിരുന്ന പടയങ്കി എവിടെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഖിയനി അമ്മി ആമിറുൻ അസിലാ
ഫഅഅതൈതുഹു ഇയ്യാഹാ, എൻ്റെ അമ്മാവനായ ആമിർ റളിയല്ലാഹു അൻഹു ഒരായുധവുമില്ലാതെ വന്നപ്പോൾ എൻ്റെ അമ്മാവനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അത് അവർക്ക് കൊടുത്തു നബിയേ. ഫളഹിക റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് അത് കണ്ടുകൊണ്ട് ചിരിച്ചു. ഇന്നക കല്ലദീ ഖാലൽ അവ്വൽ അല്ലാഹുമ്മ അബ്ഗിനി ഹബീബൻ വഹുവ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹബീബിനെ എനിക്ക് തരേണമേ എന്ന് പറഞ്ഞ ആളെപ്പോലെയുണ്ടല്ലോ. നിങ്ങളുടെ ജീവനേക്കാളും നിങ്ങൾ നിങ്ങളുടെ അമ്മാവനെ സ്നേഹിച്ചത് കൊടുത്തല്ലേ, അതെനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു ദാനം കണ്ടുകൊണ്ട് അവിടുന്ന് സന്തോഷിച്ച് ചിരിച്ചുവെന്ന് സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹു